മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 11ാം ദിവസവും ലക്ഷ്യം കാണാതെ അവസാനിപ്പിച്ചു. അടിയൊഴുക്കിന്റെ ശക്തി കുറയാത്തതിനാൽ മുങ്ങൽ വിദഗ്ധർക്ക് ഇന്നും ഗംഗാവാലി പുഴയിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല. നാളെ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എത്തിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. പുഴയിലെ മൺകൂനയിൽ നിന്ന് 4ാമതൊരു സിഗ്നൽ കൂടി ഇന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. പ്രതിസന്ധി ഉണ്ടെങ്കിലും ദൗത്യം അവസാനിപ്പിക്കരുതെന്ന് കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. ലോഹസാന്നിധ്യമുള്ള 3 ഇടങ്ങളാണ് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇന്ന് പുഴയിലെ മൺകൂനയിൽ ലോഹസാന്നിധ്യം സൂചിപ്പിക്കുന്ന ഒരു സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ശക്തമായ സിഗ്നൽ ലഭിച്ച 3ാമത്തെ സ്പോട്ടിൽ തന്നെയാണ് അർജുൻ ഓടിച്ച ലോറിയുള്ളതെന്ന് ദൗത്യസംഘം കരുതുന്നു. ഇവിടം കേന്ദ്രീകരിച്ചു തന്നെയാണ് തിരച്ചിലെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസെയിൽ പറഞ്ഞു. In every angle we have finalized that, Baba, that is the particular place wherein we have to search. That search is going on. തിരച്ചിലിന്റെ 11ാം ദിവസത്തിലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ. Now the team has to give us the exact locations of the point where the truck is. No, they had tried it out. They could not get any thermal signals. Even yesterday, as you saw, it was raining heavily. They could not conduct any operations in the night. So today morning they have tried and they have given us a negative. ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്കിന് ഇന്നും കുറവുണ്ടായില്ല. ഒഴുക്കിന്റെ ശക്തി നിലവിൽ 7 നോട്ടിന് മുകളിലാണ്. ഇത് 2 നോട്ടിലേക്ക് എത്തിയാൽ മാത്രമേ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലിറങ്ങി പരിശോധന നടത്താൻ കഴിയൂ. ഈ സാഹചര്യത്തിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പ്രതലം അഥവാ ഫ്ലോട്ടിംഗ് പോൺടൂൺ എത്തിക്കാൻ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. ദൗത്യമേഖലയിലെത്തിയ മന്ത്രി PA മുഹമ്മദ് റിയാസ് യോഗത്തിൽ പങ്കെടുത്തു. സാധ്യമാകുന്ന പുതിയ രീതികളും അവലംബിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഈ ചർച്ചയിൽ പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. കാലാവസ്ഥ അനുകൂലമാകാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരുമെന്ന ആശങ്കയാണ് അർജുന്റെ ബന്ധു പങ്കുവച്ചത്. എത്രത്തോളം നീണ്ടു നിൽക്കുന്നതായിരിക്കും എന്ന് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എത്രത്തോളം നീണ്ടു പോകുന്നുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുകയാണെന്ന് എന്തെങ്കിലും കൂടുതൽ ആൾക്കാരെ സഹായം തേടിയിട്ട് പെട്ടെന്ന് വണ്ടി റിക്കവർ ചെയ്തിട്ട് അവനെ എടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത്. അപകട സമയത്ത് അർജുൻ ലോറിക്കുള്ളിൽ തന്നെയായിരുന്നോ എന്ന സംശയവും നിലവിലുണ്ട്. ചായക്കടയുണ്ടായിരുന്ന സ്ഥലത്തെ മണ്ണുമാറ്റിയും ഇന്ന് പരിശോധന നടന്നു. ഇതുവരെ നടത്തിയ തിരച്ചിലിന്റെ വിശദാംശങ്ങൾ ദൗത്യസംഘം കാർവാർ ജില്ലാ കളക്ടർക്ക് കൈമാറും. MLA, SP, കര നാവികസേനകൾ, SDRF, NDRF എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ക്രോഡീകരിച്ചാണ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകുക. ടീം 24 ഷിരൂർ.